ചേട്ടൻ ഇത് കുറെ നാളായി ലൈസൻസ് തപ്പിക്കൊണ്ടിരിക്കാനുള്ള ഇതുവരെ കിട്ടിയില്ലേ? ഞാൻ കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി ഞാൻ അപേക്ഷിച്ചതാണ്. 18-ാം തീയതി എനിക്ക് അപ്രൂവലായി, പൈസ അടച്ചു. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അച്ചടി തുടങ്ങിയെന്ന് പറയുകയും ചെയ്തു. ചേട്ടൻ ശരിക്കും എത്ര രൂപ അടച്ചു ഈ പരിപാടിക്ക് വേണ്ടിട്ട്? 245 രൂപ അടച്ചു. ഒരാഴ്ച കൊണ്ട് കിട്ടുമെന്നാ പറഞ്ഞത്. എപ്പോഴും നോക്കിയാൽ ഈ ആപ്ലിക്കേഷൻ അണ്ടർ പ്രോസസിങ്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? അപ്പൊ പിന്നെ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുത്ത ഈ പൈസ സർക്കാർ വക മാറ്റി വേറെ ആവശ്യത്തിന് ചെലവഴിച്ചു. അതുകൊണ്ട് ഈ കാർഡ് അച്ചടിക്കുന്നവർ കൊടുക്കാൻ സർക്കാരിന്റെ കാശില്ല. അതുകൊണ്ട് അവര് കുറെ കാലത്തേക്ക് അച്ചടി നിർത്തി, സംഭവം പെൻഡിങ്ങിലായി. പ്രതിഭ അതിനകത്തെ ഇതിപ്പോ ഒരാളുടെ പ്രശ്നമല്ല, 5-5.5 ലക്ഷം പേരുടെ പ്രശ്നമാണ്. കാരണം അത്രയും പേർക്കാണ് ലൈസൻസ് ഇനിയും അച്ചടിച്ച് കിട്ടാനുള്ളത്. ഇതുകൊണ്ട് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ഈ ലൈസൻസ് കൊണ്ട് വിദേശത്തൊക്കെ പോകാനുള്ളവര് അതുകൊണ്ട് മാത്രം പോകാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം നവംബർ അവസാനം വരെയുള്ള ലൈസൻസാണ് ഇപ്പോൾ മിക്ക ആളുകൾക്കും കിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ലൈസൻസുകൾ പെൻഡിങ്ങാണ്. പിന്നെ കഴിഞ്ഞാൽ ഒത്തിരി അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ജനങ്ങൾക്കല്ല, ഞങ്ങൾ എടുത്തു കൊടുക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ മറുപടി പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്തുകൊണ്ട് ലൈസൻസ് ഇത്ര താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ മറുപടിയില്ല. ലൈസൻസ് പാസ്സായെന്നുള്ള മെസ്സേജ് കിട്ടും, പക്ഷേ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആളുകൾക്ക് അവർക്കാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടെയുള്ള ആളുകൾക്കാണെങ്കിൽ ലൈസൻസ് 4 മാസം കഴിഞ്ഞ് പോസ്റ്റിൽ വരുമ്പോൾ കൈപ്പറ്റാം. ഈ പുറത്തുള്ള ആളുകൾ കൈപ്പറ്റിയിട്ട് അവർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ലൈസൻസ് വേണം. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അതിൻ്റെ തക്കതായ രേഖ കാണിച്ചാൽ പെട്ടെന്ന് കൊടുക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ കൊച്ചി തേവരയിലെ ഒറ്റ കേന്ദ്രത്തിലാണ് സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും RC ബുക്കുകളിലേക്ക് അച്ചടി നടക്കുന്നത്. അച്ചടി ഇപ്പോൾ പുനരാരംഭിച്ച ശേഷം ഒരു ദിവസം പരമാവധി 30,000 36,000 പ്രിന്റിങ്ങുകൾ നടത്താൻ കഴിയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അതൊരു 1,00,000-ലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നത്. പക്ഷേ അതിന് പ്രവൃത്തി സമയം കൂട്ടേണ്ടിയിരിക്കുന്നു, കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എത്രമാത്രം സാധ്യമാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ നിന്നൊക്കെ മുൻകൂർ പണം വാങ്ങി അവരുടെ കീശയിലാക്കിയ ശേഷമാണ് നമ്മളെ ഈ രീതിയിലൊക്കെ വലച്ചുകൊണ്ടിരിക്കുന്നത്. അയച്ചു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്, എങ്കിലും നമ്മളെ പലരും സമീപിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ട്രാക്ക് നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നും അതുപോലെ തന്നെ പല കുട്ടികളും വിളിച്ചിരുന്നത് ഞങ്ങൾക്കിങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് കിട്ടണില്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ചോദിക്കുമ്പോൾ പറയണത് പോസ്റ്റ് ഓഫീസ് അയച്ചിട്ടില്ല ഇതുവരെ, അത് നിങ്ങൾക്ക് മെസ്സേജ് മാത്രം വന്നിട്ടുള്ള അയച്ചിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് പോസ്റ്റ് ഓഫീസർ സംസാരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? അല്ല, അവർക്കും കൃത്യമായി ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അച്ചടി വേറൊരു മേഖലയിലാണ്. ഇവിടെ ഇപ്പോൾ നിരവധി പേർ പുതിയ ലൈസൻസിന് വേണ്ടി പരിശീലനത്തിലാണ്. ഒരു പരിശീലനമൊക്കെ പൂർത്തിയാക്കി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ എത്ര ദിവസം കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചുരുങ്ങിയതൊരു 3-4 മാസമെങ്കിലും അവർ കാത്തിരിക്കേണ്ടി വരും. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.